ഫ്രണ്ട്സ്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞു മിസ്റ്റേക്സുകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എൻ്റെ സുഹൃത്തുക്കൾപ്പെട്ട ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വൺ ഓഫ് മൈ ഫ്രണ്ട് ഈസ് സ്റ്റേയിങ് ഹിയർ എന്ന് പറയരുത്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്നാണ് പറയുക. എൻ്റെ വിദ്യാർത്ഥികൾപ്പെട്ട ഒരാൾ നിങ്ങളെ വിളിക്കും. വൺ ഓഫ് മൈ സ്റ്റുഡൻറ് വിൽ കോൾ യു എന്ന് പറയരുത്, വൺ ഓഫ് മൈ സ്റ്റുഡൻസ് എന്ന് പറയും. അതായത് വൺ ഓഫ് എന്ന് കഴിഞ്ഞാൽ എപ്പോഴും പ്ലൂറൽ ഫോംസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി മറ്റൊന്ന് ഡബിൾ നെഗറ്റീവ് ആണ്. ഓക്കെ, എനിക്കിവിടെ ഒരാളെയും അറിയുകയല്ല. ഐ ഡോണ്ട് നോ എനി വൺ ഹിയർ എന്നാണ് പറയുക. ഒരിക്കലും ഐ ഡോണ്ട് നോ നോ വൺ ഹിയർ എന്ന് പറയരുത്, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ നോ ബഡി ഹിയർ എന്ന് പറയരുത്. അതുപോലെ ഒരാൾക്കും എന്നെ ഇഷ്ടമല്ല, നോ ബഡി ലൈക്സ് മീ എന്നാണ് പറയുക. നോ ബഡി ഡസൻറ്റ് ലൈക്ക് മീ എന്ന് പറയരുത് കേട്ടോ. അതുപോലെ തന്നെ ലീവ് ഫ്രം എന്ന് യൂസ് ചെയ്യരുത്, ലീവ് എന്ന് മാത്രം യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ ട്രെയിൻ എപ്പോഴാണ് സ്റ്റേഷൻ വിട്ടു പോയത്? വെൻ ഡിഡ് ദിസ് ട്രെയിൻ ലീവ് ദ സ്റ്റേഷൻ എന്നാണ് പറയുക. വെൻ ഡിഡ് ദിസ് ട്രെയിൻ ലീവ് ഫ്രം ദ സ്റ്റേഷൻ എന്ന് പറയരുത് കേട്ടോ. അല്പസമയം കഴിഞ്ഞാൽ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങും. വി വിൽ ലീവ് ദ ഓഫീസ് ആഫ്റ്റർ സം ടൈം. ഒരിക്കലും വി വിൽ ലീവ് ഫ്രം ദ ഓഫീസ് ആഫ്റ്റർ സം ടൈം എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു സെന്റൻസ് നൽകാം. ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് സെന്റൻസ് കമന്റ് ബോക്സിൽ ഇടാം. എൻ്റെ ബന്ധുക്കൾപ്പെട്ട ഒരാൾ നിങ്ങളെ വിസിറ്റ് ചെയ്യും അടുത്ത ആഴ്ച. വൺ ഓഫ് മൈ റിലേറ്റീവ് വിൽ വിസിറ്റ് യു നെക്സ്റ്റ് വീക്ക്. ഒരു മിസ്റ്റേക്ക് ഉണ്ട്, കണ്ടെത്തുക, കമന്റ്